ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഓൾറെഡി റിഡോക്സ് റിയാക്ഷനിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രോണിക് മെത്തേഡിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് ഓക്സിജന്റെ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദ നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക, അതായത് എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ ഒരു കോമ്പൗണ്ടിന് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ പറയാൻ പോവുക. ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ മെത്തേഡ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു എലമെന്റ് എത്ര ഇലക്ട്രോണിനെ കൊടുത്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഓക്സിഡേഷൻ നമ്പർ. ദാറ്റ് ഈസ് ദിസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻ ഓർ ലോസ് ബൈ an atom when it forms a compound. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? we call it as oxidation number എന്ന് പറഞ്ഞു വെക്കുക. അതായത് ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയവും ക്ലോറിനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് Na+ ആയിട്ട് മാറും, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ Na- ആയിട്ട് Cl- ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈ പറയുന്നത് പോലെ സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തു എന്നുള്ളത് കൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു +1 എന്നാണ്. ക്ലോറിൻ ഈ റിയാക്ഷനിൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ വരിക -1 എന്നാണ് വരിക. Okay, number of electron loss or number of electron gain by an atom in a compound formation, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? we call it as oxidation number എന്ന് പറയുക. അപ്പോ ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ള റിയാക്ഷൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റുക. അതായത് നമ്മൾ പറയുന്നതാണ് സോഡിയം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് എന്തായിട്ട് മാറും? Na+ ആയിട്ട് മാറും. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറും? Cl- ആയിട്ട് മാറും. ഈ Na+ഉം Cl- കമ്പൈൻ ചെയ്തിട്ട് NaCl ഉണ്ടാവുന്നു എന്നുള്ള റിയാക്ഷൻ മെക്കാനിസം അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു കാര്യം പറയാനായിട്ട് പറ്റുക. പക്ഷെ നമുക്ക് അറിയാവുന്ന എല്ലാ കോമ്പൗണ്ടുകളുടെയും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ കോമ്പൗണ്ടുകളുടെയും റിയാക്ഷൻസ് ഇതുപോലെ പറഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് റൂളുകൾ പറഞ്ഞു വെക്കാറുണ്ട്. ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് റൂളുകൾ പറഞ്ഞു വെക്കും. ആ റൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് ഫസ്റ്റ് റൂളിലേക്ക് വരികയാണ്. സോ ഫസ്റ്റ് റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ദാറ്റ് ഈസ് ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റുകള് if it is in the elemental state ആണെന്നുണ്ടെങ്കിൽ, അതായത് there is oxidation number of all element in a free or uncombined state or elemental state is 0 എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളിനെ കുറിച്ച് പറയുന്നു എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഹൈഡ്രജൻ മോളിക്യൂളില് ഓരോ ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലാണ് പരസ്പരം കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ there is no other elements, only one type of element is present inside this compound. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളുടെ കേസിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഇൻ ദ എലമെന്റൽ സ്റ്റേറ്റ് ആണ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ് ആണ് എന്ന് നമ്മൾ പറയും. അതില് ഓരോ ഹൈഡ്രജന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എത്രയാണെന്ന് പറയാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറയുക. അതുപോലെ ഇപ്പോ മറ്റൊരു എക്സാമ്പിൾ ആണ് ഓക്സിജൻ. ഓക്സിജൻ നമുക്കറിയാം ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് വഴിയാണ് ഈ ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുക. അപ്പോ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് എലമെന്റുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിയാക്ഷനിൽ പങ്കെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോ ദിസ് ഇസ് ആൻ എലമെന്റൽ സ്റ്റേറ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റ് ആണെന്ന് പറയാം. സോ ഇവയുടെ കേസ് നമ്മൾ പറയും ഓരോ ഓക്സിജന്റെയും ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആണ്. ബിക്കോസ് ഈ പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഓരോ ഓക്സിജൻ പോലും ഇലക്ട്രോണിനെ കൊടുക്കുന്നുമില്ല, ഇലക്ട്രോണിനെ വാങ്ങുന്നുമില്ല. അവിടെ മ്യൂച്വൽ ഷെയറിംഗ് ആണ് നടക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് 0. അതുപോലെ ഇപ്പോ Cl2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. O3 എന്ന് പറയുന്ന ഓസോൺ മോളിക്യൂൾ എടുത്താൽ നമുക്കറിയാം ഓക്സിജന്റെ ഒരു അലോട്രോപിക് ഫോം ആണ് ഓസോൺ. ഇവിടെയും എല്ലാം ഓക്സിജൻ ആറ്റങ്ങളാണ് എന്നുള്ളത് കൊണ്ട് there is no loss of electron or gaining of electron. ഓർ നമ്മൾ പറയും ഇവിടെ ഓരോ ഓക്സിജന്റെയും ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണെന്ന് പറയും. അതുപോലെ നിങ്ങൾ മെറ്റൽസ് എടുക്കുന്നു, സോഡിയം മെറ്റൽ അല്ലെങ്കിൽ മഗ്നീഷ്യം മെറ്റൽ അല്ലെങ്കിൽ അലൂമിനിയം മെറ്റൽ അല്ലെങ്കിൽ അയൺ മെറ്റൽ. സോ ഇവിടെയൊക്കെ നമ്മൾ പറയും എന്താണ്? ഓക്സിഡേഷൻ നമ്പർ 0 എന്നാണ് പറയുക. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് റൂൾ പറയുന്നത്. അതായത് അൺകമ്പൈൻഡ് സ്റ്റേറ്റില് ഫ്രീ സ്റ്റേറ്റിലുള്ള എലമെന്റുകളുടെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഫൈൻ, ഇതാണ് നമ്മൾ ഫസ്റ്റ് റൂൾ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്.
റൂളിലേക്ക് വരികയാണ്. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ദാറ്റ് ഈസ് നമ്മൾ പറയും ഫോർ സിമ്പിൾ അയോൺസ്. നമ്മളിപ്പോ ആറ്റങ്ങളുടെ കേസ് പറഞ്ഞു, അതുപോലെ നമ്മൾ അയോൺസിന്റെ കേസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ടോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടോ ഉണ്ടാവുന്ന സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അയോൺസ് എന്ന് പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ സോഡിയം അയോൺ എടുക്കുകയാണെങ്കിൽ Na+ അയോൺ, അല്ലെങ്കിൽ ഇപ്പോ Fe3+ അയോൺ എടുക്കുന്നു, അല്ലെങ്കിൽ Al3+ അയോൺ എടുക്കുന്നു, അല്ലെങ്കിൽ Mg2+ അയോൺ എടുക്കുന്നു. സോ ഇങ്ങനെയുള്ള അയോൺസിന്റെ കേസിൽ നമ്മൾ പറയും എന്താണോ ആ അയോണിന്റെ ചാർജ് അതായിരിക്കും എന്ത് പറയുക, ഓക്സിഡേഷൻ നമ്പർ. അതായത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ അയോൺസ് ഇസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് ദ അയോൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഇനി പോസിറ്റീവ് ചാർജുള്ള കോമ്പൗണ്ടുകളുടെ കേസിൽ മാത്രമല്ല, നമ്മൾ നെഗറ്റീവ് ചാർജ് ഉള്ള കോമ്പൗണ്ടുകളുടെ ഐ മീൻ സ്പീഷീസുകളുടെ കേസിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ O2- അയോൺ എടുക്കുന്നു എന്ന് വിചാരിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ Cl- അയോൺ എടുക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ F- അയോൺ എടുക്കുന്നു എന്ന് വിചാരിക്കുക. സോ ഈ പറയുന്ന ഓരോ സിമ്പിൾ അയോൺസിന്റെയും കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, അതിന്റെ ചാർജിനോട് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മൾ എന്ത് പറയുക, വി കോൾ ഇറ്റ് ആസ് ദ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു വെക്കുക. ഇനി നമ്മൾ നമ്മുടെ തേർഡ് റൂളിലേക്ക് വരികയാണ്. സോ തേർഡ് റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള തേർഡ് റൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളുടെ കേസും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളുടെ കേസും എടുത്താൽ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are known as the ആൽക്കലി മെറ്റൽസ് ആണ് അല്ലെ. പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ഏതൊക്കെയാണ് നമുക്കറിയാം, ലിഥിയം ഉണ്ട്, ദെൻ സോഡിയം ഉണ്ട്, ദെൻ പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്, ഫ്രാൻസിയം ഉണ്ട്. ഇതിൽ ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. സോ ബാക്കിയുള്ള എലമെന്റുകളുടെ എല്ലാത്തിന്റെയും കേസിൽ നമ്മൾ പറയും ഏത് കോമ്പൗണ്ട് എടുത്താലും, ഈ എലമെന്റുകളുടെ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും നമ്മൾ പറയും ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളുടെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, +1 ആയിരിക്കും. ഓക്കെ, അതായത് ആൽക്കലി മെറ്റൽസിന്റെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞു വെക്കുന്നത് ഇസ് ഈക്വൽ ടു +1 എന്നാണ് നമ്മൾ പറയുക, ഓർത്തിരിക്കുക. സോ ദീസ് ആർ ദ ആൽക്കലി മെറ്റൽസ്. സോ ഇവയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, +1 ആണ്. ഇനി നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എടുത്താൽ, നിങ്ങൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്, രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞു വെക്കുക അല്ലെ. സോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നമ്മൾ പറയുന്നത് ഈസ് വാട്ട് വി കോൾ ബെറിലിയം ഉണ്ട്, പിന്നെ മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഇതിൽ റേഡിയം എന്താണ്, റേഡിയോ ആക്റ്റീവ് ആണ്. സോ ഈ പറയുന്ന ഇത്രയും നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളുടെ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പറയുന്നത് ഇസ് ഈക്വൽ ടു +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞു വെക്കും. അപ്പോ ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +1. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +2. അപ്പൊ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും, ഈ പറയുന്ന എലമെന്റുകളുടെ ഏതൊരു കോമ്പൗണ്ട് നിങ്ങൾ എടുത്താലും നമുക്ക് പറയാൻ പറ്റും കറസ്പോണ്ടിംഗ്ലി ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും, +1 +2 ആയിരിക്കും. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, മൂന്നാമത്തെ റൂൾ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഈ എലമെന്റുകൾ ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് നമ്മൾ ഈ പറഞ്ഞ എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർത്തിരിക്കുക. ആൻഡ് വൺ മോർ തിങ് നമ്മൾ പറയുന്ന കാര്യമാണ് അലൂമിനിയം പോലുള്ള എലമെന്റ് കേസിൽ. ഓക്കെ, അലൂമിനിയം നമ്മുടെ 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. സോ അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോസ്റ്റ് ഓഫ് ദ കേസസ് എന്താ വരിക, +3 ആണ് വരിക. ക്ലിയർ ആണോ? ഇത്രയാണ് നമ്മൾ 3 റൂളുകൾ ആദ്യത്തേത് പറഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത റൂള്, നമ്മുടെ 4ാമത്തെ റൂള് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിനി കുറച്ച് എലമെന്റുകളുടെ, അതായത് നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ കോമ്പൗണ്ടുകളിൽ കാണപ്പെടുന്ന ചില എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇന്ന് പഠിച്ചു വെക്കാൻ പോവാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക നമ്മുടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, വളരെ കോമൺ ആയിട്ട് മിക്കവാറും എലമെന്റുകളിൽ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ എലമെന്റ് ആണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓക്സിജൻ എന്നുള്ളത്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പറയുകയാണ്. അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റത്തിന് നമ്മൾ പറയും ഇറ്റ് ഹാസ് എ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. സോ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സിജൻ എപ്പോഴും കാണിക്കുക എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്.
മിക്കവാറും എലമെന്റുകളിൽ കോമ്പൗണ്ടുകളിൽ ഓക്സിജൻ കാണപ്പെടുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി ഇതിനെ കുറച്ച് എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. അതായത് ഓക്സിജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെറോക്സൈഡ്സ് എടുക്കുകയാണെങ്കിൽ, പെറോക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മള് ഓക്സിജൻ O2-2 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് പെറോക്സൈഡ് എന്ന് പറയുക. അതായത് ഇപ്പോ H2O2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അല്ലെങ്കിൽ Na2O2 എന്ന് പറയുന്നത് സോഡിയം പെറോക്സൈഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളിലൊക്കെ O2-2- എന്നൊരു സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക? ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ട്ലി കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് പെറോക്സൈഡ് ബോണ്ട് എന്ന് പറയുക. ഇതുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പെറോക്സൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പെറോക്സൈഡ്സിൽ നമ്മൾ പറയും ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 അല്ല, പകരം -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ആർക്കുണ്ടാവുക? ഓക്സിജൻ ഉണ്ടാവുക. അപ്പോൾ ഇൻ പെറോക്സൈഡ്സ് നമ്മൾ പറയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ് എന്ന് പറയും. ഇനി അടുത്തൊരു എക്സെപ്ഷൻ ആണ് നമ്മൾ സൂപ്പർ ഓക്സൈഡ്സിലേക്ക് വന്നാൽ. എന്താണ് സൂപ്പർ ഓക്സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ KO2 എന്ന് പറയുന്ന പൊട്ടാസ്യത്തിന്റെ ഒരു സൂപ്പർ ഓക്സൈഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയും ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1/2 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ആരുണ്ടാവുക? ഓക്സിജൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമ്മൾ KO2 അല്ലെങ്കിൽ റുബീഡിയത്തിന്റെ സൂപ്പർ ഓക്സൈഡ് RbO2 അങ്ങനെയുള്ള കോമ്പൗണ്ടുകളിൽ ഓക്സിജൻ കാണപ്പെടുക എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്? ദാറ്റ് ഈസ് ഇൻ -1/2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ആരുണ്ടാവുക? ഓക്സിജൻ ഉണ്ടാവുക. അപ്പോ നമ്മൾ പറഞ്ഞു കോമൺ സ്റ്റേറ്റ് -2 ആണ്. പെറോക്സൈഡ്സിൽ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സൂപ്പർ ഓക്സൈഡ്സിൽ എത്രയാണ്? -1/2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി ഇത് കൂടാണ്ട് ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പിനേഷൻസ് ഉണ്ട്. സോ ഏതൊക്കെയാണ് ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്സിജൻ ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ട്. ഒന്ന് OF2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്, മറ്റൊന്ന് O2F2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്. ഓക്കെ, ഈ രണ്ട് കോമ്പൗണ്ടുകളിൽ നമ്മൾ പറയും ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ആൻഡ് OF2 നമ്മൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുക ദാറ്റ് ഈസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ആർക്കുണ്ടാവുക? ഓക്സിജൻ ഉണ്ടാവുക. അതുപോലെ O2F2 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ഈ എക്സെപ്ഷൻസ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതും. അതുപോലെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 എന്നും എന്ത് ചെയ്യുക? ഓക്സിജന്റെ കേസിൽ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇതാണ് നമ്മൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുക. കോമൺ ആയിട്ട് ഈ പറയുന്ന എലമെന്റുകളിൽ ഓക്സിജൻ കാണപ്പെടുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇത്രയുമാണ്. ഇതാണ് നമ്മൾ ഫോർത്ത് റൂൾ ആയിട്ട് നെക്സ്റ്റ് റൂൾ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുക. ഇനി നമ്മൾ ഓക്സിജൻ കൂടാതെ വേറെയും കുറച്ച് എലമെന്റുകളുടെ കൂടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇതുപോലെ പറഞ്ഞു വെക്കാറുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു വെക്കുന്ന അടുത്ത ഒരു കോമ്പൗണ്ട് ആണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. നമുക്കറിയാം ഓക്സിജൻ പോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഗെയിൻ എന്ത് തന്നെയാണ്? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, പക്ഷേ ഹൈഡ്രജന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് അവയുടെ ഹൈഡ്രൈഡ്സിന്, പ്രധാനമായിട്ടും മെറ്റൽ ഹൈഡ്രൈഡ്സിന്, അതായത് ഇപ്പോ സോഡിയവുമായിട്ട് ഈ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ലിഥിയവുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നു. ഇങ്ങനെയുള്ള മെറ്റൽ ഹൈഡ്രൈഡ്സിന് നമ്മൾ പറയും ഹൈഡ്രജൻ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 അല്ല, പകരം എന്ത് കാണിക്കാം? -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്ക് കാണിക്കാം? ഹൈഡ്രജന് കാണിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സെപ്ഷൻ ഫോർ വാട്ട്? ഹൈഡ്രജൻ ആറ്റം. കോമൺ എന്ന് പറയുന്നത് +1 ആണ്. കൂടാതെ മെറ്റൽ ഹൈഡ്രൈഡ്സിൽ ഹൈഡ്രജൻ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ പറയുന്ന -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഓക്കെ ആണോ? ഇനി ഇതുപോലെ നമ്മൾ ഹൈഡ്രജനെ പോലെ തന്നെ പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് നെക്സ്റ്റ് വൺ ഈസ് വാട്ട് യു കോൾ ഹാലോജൻസ് എന്നുള്ളത്. ഓക്കെ, സോ അടുത്താണ് നമ്മൾ പറയുക ഹാലോജൻസ്. നമുക്കറിയാം ഏതൊക്കെയാണ് ഹാലോജൻസ് എന്ന് പറയുന്നത്? നമ്മുടെ 17th ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് പറയുക? ഹാലോജൻസ് എന്ന് പറയുക.
ഏതൊക്കെ എലമെന്റ്സ്? ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്, അസ്റ്റാറ്റിൻ ഉണ്ട്. 18. അസ്റ്റാറ്റിൻ ഈസ് നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പോ ഈ പറയുന്ന നമ്മുടെ ഹാലോജൻസിന്റെ എല്ലാത്തിന്റെയും ഇതുപോലെ തന്നെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് വേറെ എക്സെപ്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺലി ഇത് എലമെന്റുകളിൽ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. ഓക്കെ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹാലോജൻസ് എന്ന് പറയുന്നത് -1 സ്റ്റേറ്റ് ആണ്. ഇതിന് നമ്മൾ പറയും ഫ്ലൂറിൻ എന്ന് പറയുന്നതിനാണ് കുറച്ച് എക്സെപ്ഷൻ ഉള്ളത്. ബാക്കിയുള്ള എലമെന്റുകൾ ഈ പറഞ്ഞതുപോലെ -1 കൂടാതെ വേറെയും ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാറുണ്ട്. ഓക്കെ, അതായത് അവയുടെ ഓക്സോ ആസിഡ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്സോ ആസിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഓക്സോ ആസിഡ്സിൽ എന്ത് കാണിക്കാം? ബാക്കിയുള്ള എലമെന്റുകൾ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാം. ഏതൊക്കെയാണ് ഓക്സോ ആസിഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും HOX എന്ന് പറയുന്നത് ഒരു ഓക്സോ ആസിഡ് ആണ്. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ ആണെങ്കിൽ HOCl എന്ന്, ബ്രോമിൻ ആണെങ്കിൽ HOBr. ഈ രീതിയിൽ ഓക്സോ ആസിഡ്സ് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ പോലെ ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ. സോ ഈ ഒരു ഓക്സോ ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈപ്പോഹാലസ് ആസിഡ് എന്നാണ്. ഹൈപ്പോഹാലസ് ആസിഡ് എന്നാണ് വിളിക്കുക. ക്ലോറിൻ ആണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് നമ്മൾ പറയും. ഇനി അടുത്തൊരു കോമ്പൗണ്ട് ആണ് HOX. എഗെയിൻ ഒരു ഓക്സിജൻ കൂടി വരും. ഓക്കെ, സോ ഇങ്ങനെ, അതായത് HXO2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതിനെ HXO എന്ന് എഴുതാം. ദിസ് ഇസ് HXO2 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് വി കോൾ ഇറ്റ് ആസ് ഹാലസ് ആസിഡ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുക. ഈ ഓക്സോ ആസിഡിനെ വിളിക്കുന്നത് ഹാലസ് ആസിഡ് എന്നാണ്. അടുത്തൊന്ന് HOX, ഒരു ഓക്സിജൻ കൂടി വരുന്നു, അതായത് O2, അതായത് HXO3 എന്ന് നമുക്ക് എഴുതാം. ഈ ഓക്സോ ആസിഡിനെ, ഈ കോമൺ ആയിട്ടുള്ള ഓക്സോ ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് വി കോൾ ഇറ്റ് ആസ് ഹാലിക് ആസിഡ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഹാലിക് ആസിഡ് എന്ന് പറയും. ഇനി the last one is what we call HOX, ഒരു ഓക്സിജൻ കൂടി ആഡ് ചെയ്യുന്നു, അതായത് HOXO3 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? HXO4 എന്ന് എഴുതാം. സോ ഈ ഒരു ഓക്സോ ആസിഡ് നമ്മൾ വിളിക്കുക വി കോൾ ഇറ്റ് ആസ് പെർ ഹാലിക് ആസിഡ് എന്നാണ് പറഞ്ഞു വെക്കുക. അപ്പൊ അങ്ങനെ 4 തരം ഓക്സോ ആസിഡുകളാണ് ഈ പറഞ്ഞതുപോലെ ഹാലജൻസ് ഉണ്ടാക്കുക. ഈ ഓക്സോ ആസിഡിലെല്ലാം നമ്മൾ പറയും ഹാലോജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. നിങ്ങൾ ഓർത്തിരിക്കണം, ഹൈപ്പോഹാലസ് ആസിഡിൽ നമ്മൾ പറയും ഹാലജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. കോമൺ സ്റ്റേറ്റിന് വ്യത്യാസമുണ്ട്, +1 സ്റ്റേറ്റ് ആണ്. ഹാലസ് ആസിഡിൽ ഈ പറയുന്ന ഹാലോജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരിക. ഹാലിക് ആസിഡില് ഹാലജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പെർ ഹാലിക്കില് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക +7 ആണ്. ഓക്കെ, ഹൈപ്പോഹാലസ് നമ്മൾ പറയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1. ഇവിടെ എത്രയാണ് വരിക? +3 ആണ് വരിക. ആൻഡ് നമ്മുടെ ഹാലിക് ആസിഡിൽ വരിക +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പെർ ഹാലിക്കിൽ വരിക +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇതില് ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ഫ്ലൂറിൻ ഈ പറയുന്ന ഓക്സോ ആസിഡുകളിൽ ഒരു ടൈപ്പ് ഓഫ് ഓക്സോ ആസിഡിനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് വി കോൾ HOF എന്ന് പറയുന്ന ഹൈപ്പോഫ്ലൂറസ് ആസിഡ് മാത്രമേ ആരുണ്ടാക്കൂ? ഫ്ലൂറിൻ ഉണ്ടാക്കൂ. അപ്പോ നമ്മൾ പറയും ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാ കോമ്പൗണ്ടുകളിലും -1 ആണ്, എക്സെപ്റ്റ് ഒറ്റ കോമ്പൗണ്ട്. ഏതാണത്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. ഓക്കെ, ഈ ഹൈപ്പോഫ്ലൂറസ് ആസിഡിൽ നമ്മൾ പറയും ഫ്ലൂറിൻ വരിക എന്താണ്? ഈ പറഞ്ഞതുപോലെ -1 അല്ല, പകരം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതാണ് നമ്മൾ ഹാലജൻസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പറയുക. കോമൺ സ്റ്റേറ്റ് പറഞ്ഞു, അതുപോലെ എക്സെപ്ഷൻസ് വരുന്ന കോമ്പൗണ്ടുകളുടെ കേസിൽ എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പൊ നമ്മൾ ഹാലജൻ പറഞ്ഞു, ഓക്സിജൻ പറഞ്ഞു, ഹൈഡ്രജൻ പറഞ്ഞു. ഇതുപോലെ നമുക്കിപ്പോ ഒരു കോമ്പൗണ്ട് തരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു കോമ്പൗണ്ട് തരികയാണ്, കാൽഷ്യം കാർബണേറ്റ് എന്നൊരു കോമ്പൗണ്ട് തരുന്നു എന്ന് വിചാരിക്കുക, CaCO3. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് സേ
കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. നമുക്കറിയാം കാൽസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? +2 ആണ്. എന്തുകൊണ്ടാ? കാൽസ്യം നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ വരിക? +2 ആണ്. ഇനി ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓരോ ഓക്സിജന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക -2 ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഓക്സിജന്റെ എക്സെപ്ഷനിൽ പെടുന്ന ഒരു കോമ്പൗണ്ട് അല്ല ഇത് അല്ലെ. സോ ഇത് കോമൺ സ്റ്റേറ്റ് ആണ്. കോമൺ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ്. ഓക്കെ. ഇനി നമുക്ക് ഈ അൺനോൺ എലമെന്റ്, അതായത് ഈ പറഞ്ഞതുപോലെ കാർബൺ ഓക്സിഡേഷൻ നമ്പർ അറിയാത്ത ഈ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഈ റൂള് പറയുക. ഓക്കെ. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയും ഒരു കോമ്പൗണ്ടിലെ ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ നമ്പറുകളുടെ ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് ആ കോമ്പൗണ്ടിന്റെ ചാർജ് ആയിരിക്കും. Am I clear? അതായത് algebraic sum of all the oxidation state of the element of a compound is equal to its charge. Fine. അപ്പോ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ ചാർജ് എത്രയാണ്? 0. അതായത് ഇതിനകത്ത് ഒരു കാൽസ്യം ഉണ്ട്. സോ കാൽസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ഒരു കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 3 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ എക്സ് എന്നെടുക്കുന്നു എന്ന് വിചാരിക്കും. നമുക്കറിയില്ല. ഫൈൻ. അപ്പൊ അങ്ങനെ നമ്മൾ പറയും കാൽസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2 ആണ്. ഒരു കാൽസ്യം ആണുള്ളത് അല്ലെ. അപ്പോ *1 അല്ലെ. പ്ലസ് ഒരു കാർബൺ ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുത്തു. ഓക്കെ. ഒരു കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എക്സ് എന്ന് എടുക്കുക. ഒരു കാർബൺ ആയതുകൊണ്ട് *1 പ്ലസ് നമ്മൾ പറഞ്ഞു 3 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോമൺ സ്റ്റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ്. *3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിന്റെ ചാർജ് ആയിരിക്കും. സിൻസ് ഈ കോമ്പൗണ്ട് ന്യൂട്രൽ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ചാർജ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0 എന്ന് പറയാം. നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ നോൺ ആയിട്ടുള്ള എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉപയോഗിച്ച് നമ്മൾ മുൻപുള്ള നമ്മുടെ പല പല പോയിന്റുകൾ അല്ലെങ്കിൽ നമ്മൾ പല പല റൂളുകളിൽ നമ്മൾ ചില എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു അൺനോൺ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾ പറ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് +2 ആണ്. പ്ലസ് എക്സ് മൈനസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 4 is equal to 0 എന്ന് വരും. അല്ലെങ്കിൽ x is equal to ഈ 4 ഇപ്പുറത്തേക്ക് പോയാൽ നമുക്ക് പറയാം that is equal to എത്രയാണ്? +4 എന്ന് പറയാം. അതായത് ഈ ഒരു കോമ്പൗണ്ടിൽ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +4 എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരു അൺനോൺ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന റൂൾ യൂസ് ചെയ്യാം. എന്താ റൂള്? algebraic sum of all the oxidation number of all the atoms in a compound is equal to the charge of the compound എന്ന് പറയും. ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ ആ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എത്രയാണ് വരിക? 0 എന്ന് വരും. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അതായത് വേറൊന്നുമല്ല, ഇപ്പോ K2Cr2O7 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുക്കുന്നു വിചാരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇവിടെ പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. എന്തുകൊണ്ടാ? കാരണം പൊട്ടാസ്യം ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ എന്ത് വരും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1. ഓക്സിജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയാം, കാരണം അത് ഒരു ജനറൽ അല്ലെങ്കിൽ കോമൺ സ്റ്റേറ്റ് ആണ്. സോ എന്ത് വരും? -2. ഓരോ ഓക്സിജന് -2. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 2 പൊട്ടാസ്യം ഇവിടെ ഉണ്ട്, 7 ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട്. ഒരു ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ എക്സ് എന്നെടുക്കുന്നു, എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഓൾജിബ്രിക് സം ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ 2 പൊട്ടാസ്യത്തിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു +2 എന്ന് വരും. +1 × 2 പ്ലസ് ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഒരു ക്രോമിയത്തിന്റെ ചാർജ് x ആണ്. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x അല്ലെ. മൈനസ് അല്ലെങ്കിൽ പ്ലസ് -2 × 7 എത്രയാ വരിക? 7 ഓക്സിജൻ ഉള്ളത് കൊണ്ട്
-14. അപ്പൊ +-14 -14 എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓവറോൾ ഈ കോമ്പൗണ്ട് എത്രയാണ്? 0. ചാർജ് 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് 2x, അതായത് -14 + 2 എത്രയാ വരിക? -12 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് 2x ഈസ് ഈക്വൽ ടു ഈ 12 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ +12 എന്ന് വരും. ഓർ x ഈസ് ഈക്വൽ ടു +6 എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ അൺനോൺ എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉള്ള കോമ്പൗണ്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ള കോമ്പൗണ്ട് ഇതാണെന്ന് വിചാരിക്കുക. അതായത് Mn ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. MnO4- എന്നാണെന്ന് ഇരിക്കട്ടെ. ഇവിടെയും നമുക്ക് അൺനോൺ എലമെന്റ് എന്ന് പറയുന്നത് മാംഗനീസ് ആണ്, അല്ലെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാത്തൊരു എലമെന്റ് മാംഗനീസ് ആണ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം എത്രയാണ്? ഓരോ ഓക്സിജൻ -2 ആണ് വരിക, കാരണം കോമൺ സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എത്ര എടുക്കാം? x എന്ന് എടുക്കാം. സോ ഒരു മാംഗനീസ് ആണ് ഈ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഈ സ്പീഷ്യസിലുള്ളത്. സോ നമ്മൾ പറയും x മൈനസ് അല്ലെങ്കിൽ പ്ലസ് 4 ഓക്സിജൻ ഉണ്ട്. സോ ഒരു ഓക്സിജന്റെ ചാർജ് -2. അപ്പൊ എത്രയാ വരിക? -2 × 4 അല്ലെ ഈസ് ഈക്വൽ ടു ഈ സ്പീഷ്യസിന്റെ ചാർജ് ഇവിടെ 0 ആണോ? അല്ല. അതായത് ഈ സ്പീഷ്യസിന്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം -1 ആണ് ചാർജ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓൾജിബ്രിക് സം ഈസ് ഈക്വൽ ടു 0 അല്ല, പിന്നെ എത്രയാണ് വരിക? -1 എന്ന് വരും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ടു x -8 ഈസ് ഈക്വൽ ടു -1 എന്ന് വരും. ഓർ x ഈസ് ഈക്വൽ ടു ഈ 8 ഇപ്പുറത്തേക്ക് പോയാൽ 8 - 1 എന്ന് വരും. ഓർ x ഈസ് ഈക്വൽ ടു നമ്മൾ പറയും +7 ആണ് എന്ത് വരിക? ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. ഇത് പെർമാംഗനേറ്റ് അയോൺ ആണ്. ഈ അയോണില് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു +7 എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു അൺനോൺ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? ഇതാണ് നമ്മൾ നെക്സ്റ്റ് റൂൾ ആയിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഫൈൻ. ഇനി ഇതാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. പോളിയാറ്റോമിക് അയോൺസിന്റെ കേസിൽ ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റം ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് ദ അയോൺ. അയോൺ ആണെന്നുണ്ടെങ്കിൽ ചാർജ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വെച്ചു. ഇത്രയുമാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂളുകൾ എന്ന് പറയുക. ഇത്രയും റൂളുകൾ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈൻ. ഇനി ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുകയാണെങ്കിൽ ഒരു റിയാക്ഷനിൽ നമ്മൾ പറയും അതിന് സംഭവിക്കുക എന്താണ്? ഓക്സിഡേഷൻ ആണെന്ന് പറയും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു റിയാക്ഷനിൽ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്? ആ എലമെന്റിന് സംഭവിക്കുക ആ റിയാക്ഷനിൽ റിഡക്ഷൻ ആണെന്ന് പറയും. അപ്പൊ അങ്ങനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഒരു റിയാക്ഷനിൽ നടക്കുക എന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റിയാക്ഷനിൽ ഓക്സിഡേഷൻ ഏതിന് സംഭവിച്ചു, റിഡക്ഷൻ ഏതിന് സംഭവിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എഴുതിയിരിക്കുകയാണ്, വേറെ ഒന്നുമല്ല. അതായത് അസൈൻ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ അണ്ടർലൈൻഡ് എലമെന്റ്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ്. ഇവിടെ NCERT-ലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ. അതായത് ഈ പറയുന്ന എലമെന്റുകളുടെയൊക്കെ അണ്ടർലൈൻഡ് ആയിട്ടുള്ള എലമെന്റുകൾ, അതായത് ഇവിടെ ഫോസ്ഫറസ് ആണ്, ഇവിടെ സൾഫർ ആണ്, ഇവിടെ ഫോസ്ഫറസ് ആണ്, ഇവിടെ മാംഗനീസ് ആണ്, ഇവിടെ സൾഫർ ആണ്. ഈ എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ NaH2PO4 അല്ലെ. അപ്പൊ ആ കോമ്പൗണ്ട് നമ്മൾ പറയും ഓക്സിജൻ എത്രയാ വരിക? -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരിക, കോമൺ സ്റ്റേറ്റ് ആണ് അല്ലെ. സോഡിയം എന്ന് പറയുന്നത് +1 ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രൈഡ് അല്ല, അതുകൊണ്ട് എന്ത് വരും? ഇറ്റ് ഈസ് വാട്ട് യു കോൾ അഗൈൻ +1 വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ NaH2PO4 നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഈസ് ഒരു സോഡിയം എന്ന് പറയുമ്പോൾ +1 പ്ലസ് 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു +2 എന്ന് വരും അല്ലെ. +1 +2. പിന്നെ നമ്മൾ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ x എന്ന് കൊടുക്കുന്നു വിചാരിക്കുക. അപ്പൊ +x. പിന്നെ 4 ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട് അല്ലെ. ഓരോ ഓക്സിജന്റെ ചാർജ് എത്രയാണ്? -2 ആണ്. അപ്പൊ -2 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും? -8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഓവറോൾ ദ ചാർജ് ഈസ് 0 ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നെടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ x
മൈനസ് ഇവിടെ -8 +1 +2 അതായത് +3. അപ്പോൾ എക്സ് -5 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ് +5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈ ഒരു കോമ്പൗണ്ടിലെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു +5 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് കോമ്പൗണ്ടിലേക്ക് വരികയാണ്. നെക്സ്റ്റ് കോമ്പൗണ്ട് NaHSO4. ഇതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സോഡിയം എത്രയാ വരിക ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +1 ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഹൈഡ്രജൻ എത്രയാ വരിക ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അഗെയിൻ +1 അല്ലെ, കോമൺ സ്റ്റേറ്റ് ആണ്. ഓക്സിജൻ നമ്മുടെ കോമൺ സ്റ്റേറ്റ് ആണ്. എത്രയാ വരിക? -2 എന്നല്ലേ വരിക. 4 ഓക്സിജന് -2. ഓവറോൾ ചാർജ് എത്രയാണ്? 0. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയേ എങ്ങനെ വരും? അതായത് ഒരു സോഡിയം എന്ന് പറയുമ്പോൾ +1 പ്ലസ് ഒരു ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അഗെയിൻ എത്രയാണ്? 1 എന്നുള്ളതാണ്. പ്ലസ് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. എക്സ്. പിന്നെ 4 ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജന്റെ ചാർജ് -2 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? ഓവറോൾ -8. അപ്പൊ -8 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇവിടെ -8 +1 +1 എത്രയാണ്? അപ്പൊ -6 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓർ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ വരിക? +6 എന്ന് വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അടുത്ത കോമ്പൗണ്ടിൽ നോക്കാം. H4P2O7. സോ എത്രയായിരിക്കും H4P2O7 ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക? അഗെയിൻ നമ്മൾ പറഞ്ഞു H4P2O7 എന്നുള്ള കോമ്പൗണ്ടില് നമ്മൾ ഹൈഡ്രജൻ എത്രയാ വരിക? +1. ഓക്സിജൻ എത്രയാ വരിക? -2. ദെൻ നമ്മൾ ഫോസ്ഫറസ് എന്നുള്ളതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം +1 × 4 എന്ന് പറയുമ്പോൾ 4 അല്ലെ. ഇവിടെ 2 ഫോസ്ഫറസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? +2x എന്ന് വരും. ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ -2 × 7 എത്രയാണ്? 14 ഈസ് ഈക്വൽ ടു ഓവറോൾ എത്രയാണ് വരിക? 0. ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2x ഇവിടെ -14 + 14 എത്രയാണ്? -10 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അല്ലെങ്കിൽ 2x ഇസ് ഈക്വൽ ടു +10 എന്ന് വരും. ഓർ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? +5 എന്ന് വരും. ഓക്കെ ആണോ? സോ ഇതാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുക. ഇനി K2MnO4 നമ്മൾ നേരത്തെ പറഞ്ഞതാ. അതായത് MnO4- എന്ന് പറഞ്ഞ കോമ്പൗണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ മാംഗനീസ് എത്രയാ വരിക? ദാറ്റ് ഈസ് ഇൻ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും വരിക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത കോമ്പൗണ്ട് ആയത്. അതായത് K2MnO4 നമ്മൾ MnO4- ആണ് നമ്മൾ ചെയ്തത്. സോ ദിസ് ഇസ് K2MnO4. അതായത് MnO4 2- ആണ്. അപ്പൊ പൊട്ടാസ്യം എത്രയാ വരിക? അഗെയിൻ +1 വരും. ഓക്സിജൻ എത്രയാണ്? -2. മാംഗനീസ് നമ്മൾ എത്രയെന്ന് എടുക്കും? x എന്നെടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് 2 പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ +2 അല്ലേ. പ്ലസ് ഒരു മാംഗനീസിന് എക്സ് ചാർജ്, അപ്പൊ നമ്മൾ എക്സ് എന്നെടുക്കുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ ഓക്സിജൻ -2, അപ്പൊ എത്രയാണ്? -8 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓർ നമുക്ക് പറയാം എക്സ് മൈനസ് എത്രയാണ്? ദാറ്റ് ഈസ് 8 -2 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു -6 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓർ എക്സ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരിക, കാരണം K2 ആയതുകൊണ്ട്. ഫൈൻ. ഇനി നമ്മുടെ ലാസ്റ്റ് കോമ്പൗണ്ടിലേക്ക് വരാം. H2S2O7 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. H2S2O7 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലെ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? അഗൈൻ സെയിം, നമ്മൾ ഹൈഡ്രജൻ എന്തെടുക്കുന്നു? +1 എന്ന് എടുക്കുന്നു. ഓക്സിജൻ എത്രയാണ്? -2. അങ്ങനെയാണെങ്കിൽ +1 × 2 എത്ര വരും? 2 പ്ലസ് 2 സൾഫർ ആറ്റം. സോ സൾഫറിന് നമ്മൾ എക്സ് എന്നാണ് എടുക്കുക ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ദാറ്റ് ഈസ് 2x എന്ന് വരും. -14 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓ നമുക്ക് പറയാം 2x ഇവിടെ 14 + 2 എന്നല്ലേ വരിക. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു -12 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓർ 2x ഇസ് ഈക്വൽ ടു എത്രയാണ്? 12 എന്ന് വരും. ഓർ x ഇസ് ഈക്വൽ ടു എത്രയാ വരിക? +6 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അൺനോൺ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക.
So this is a way by which we can able to calculate the oxidation number of an element. Okay ആണോ?